നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായും വിശദമായും നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേസുമായി ബന്ധപ്പെട്ട തന്ത്രിമാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഉന്നതതലത്തിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് എസ്.ഐ.ടിയുടെ നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിമാരും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് എസ്.ഐ.ടിയുടെ നീക്കം. ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തും. ഇതിനായി ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. സന്നിധാനത്തെ ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാണ്. ഒരാഴ്ചക്കുള്ളിൽ ഫലം വരും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ എസ്.ഐ.ടിക്കുമേൽ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് ജയിലിലായത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞുവെന്നും വി.ഡി. സതീശൻ. ഇപ്പോൾ തന്നെ എസ്.ഐ.ടിയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എസ്.ഐ.ടി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ എസ്.ഐ.ടി ഹൈക്കോടതി രൂപീകരിച്ച എസ്.ഐ.ടി ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നതുവരെ മാറ്റിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. ന്യൂസ് ഡെസ്ക് 24. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ദേശീയപാത അതോറിറ്റി. അപകടത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിന്റെ തലയിലിടാൻ നോക്കേണ്ട എന്നും നിർമ്മാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. റീൽസ് എടുക്കാൻ ഓടി നടന്നവർക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരിഹസിച്ചു. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിൽ കൃത്യമായ മറുപടി നൽകാൻ ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കമ്പനിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ അപകടം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 3 അംഗ സംഘമാകും അന്വേഷണം നടത്തുക. ഇതുകൂടാതെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, ജില്ലാ ജിയോളജിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്നീ വിവിധ വകുപ്പുകളുടെ സംയുക്ത അന്വേഷണത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. കരാർ കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. റോഡ് തകരാൻ കാരണം ബെയറിംഗ് ശേഷിയുടെ പരാജയമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വീഴ്ച കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പുള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല, എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ തകർന്നതിൽ സർക്കാരിന് ഒരു പരാതിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല. അപ്പൊ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇത് ഉത്തരവാദിത്വമില്ലേ? ദേശീയപാത നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പരിഹാസം. ദേശീയപാത ഇടിഞ്ഞതിന്റെ ഉത്തരവാദിത്തം NHAIക്കെന്നും ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു എന്നല്ലാതെ സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ലെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. സ്ഥലത്ത് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ കൂടുതൽ ട്രാഫിക് വാർഡർമാരെ നിയമിക്കും. അപകടം നടന്ന സ്ഥലത്തിന്റെ ഇരുവശം ബലപ്പെടുത്താനും കളക്ടർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി. 24 കൊല്ലം. തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. വാൽപ്പാറ ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകൻ സൈബൻ ആലനാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കുട്ടിയുടെ മൃതദേഹം വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞു. ഇടക്കൊച്ചിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കടലുണ്ടിയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾക്ക് ജീവൻ നഷ്ടമായി. തമിഴ്നാട് മാർത്താണ്ഡത്ത് ഇരുചക്രവാഹനം മേൽപ്പാലത്തിൽ നിന്ന് മറിഞ്ഞ് മലയാളി സഹോദരങ്ങൾ മരിച്ചു. മാർത്താണ്ഡത്ത് രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശികളായ രഞ്ജിത്തും സഹോദരി രേഷ്മയുമാണ് മരിച്ചത്. അപകടത്തിനിടയാക്കി കാർ ഓടിച്ചിരുന്ന മാർത്താണ്ഡം സ്വദേശിയായ വിപിനും പരിക്കേറ്റു. മാർത്താണ്ഡത്തെ സ്വകാര്യ IT കമ്പനിയിലെ ജീവനക്കാരാണ് രഞ്ജിത്ത്. രേഷ്മ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ്. ഇടക്കൊച്ചി പാലത്തിന്റെ അപ്രോച്ച് റോഡിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ എറണാകുളം രാമേശ്വരം സ്വദേശി ആന്റണി സാം വിൻസെന്റാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്.
കോഴിക്കോട് കടലുണ്ടി ഇടച്ചിറയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പള്ളിക്കൽ ബസാർ സ്വദേശി മുനവറാണ് മരിച്ചത്. പരിക്കേറ്റ സഫ്വാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കരിങ്കല്ലത്താണിയിൽ പെരിന്തൽമണ്ണ സ്വദേശികൾ സഞ്ചരിച്ച വാഹനത്തിന് തീപിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കൊല്ലം പുനലൂരിലെ 2 വയസ്സുള്ള കുഞ്ഞിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ അമ്മയും 3ാം ഭർത്താവും ചേർന്ന് തമിഴ്നാട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. കുഞ്ഞിന്റെ അമ്മ കലാസൂര്യയെയും 3ാം ഭർത്താവ് കണ്ണനെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ അവരുടെ മകളുടെ 2 വയസ്സായ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പരാതിയായിട്ട് വരുന്നത്. നമ്മൾ ഇത് അന്വേഷിച്ചപ്പോൾ ഈ മകളെ കണ്ടെത്തുകയും മകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞതിൽ കുറെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ കുറച്ച് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അവർ കുറച്ചു കാലമായിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് താമസമെന്നും ഈ കണ്ണൻ ഇവരുടെ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അവിടെ അടുത്ത് കാട്ടിലെ ചാക്കിൽ ഉപേക്ഷിച്ചെന്നും അതിന് ശേഷം ഇവർ തിരിച്ചു വന്നുവെന്നാണ് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ നാടും നഗരവും തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നുകഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാടിന്റെ മുക്കിലും മൂലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ എത്തിച്ച 20 ദിവസത്തോളം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചരണത്തിനാണ് നാളെ വൈകുന്നേരം തിരശ്ശീല വീഴുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും പൊതു രാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് മേൽക്കൈ. വികസന ക്ഷേമകാര്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി, ശബരിമല സ്വർണ്ണക്കൊള്ള, ജമാഅത്തെ ഇസ്ലാമി ബന്ധം, CPM BJP അന്തർധാര, ദേശീയപാതയുടെ തകർച്ച തുടങ്ങിയവയാണ് രംഗം കൈയടക്കിയത്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. UDFന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പ്രതിരോധത്തിലായെങ്കിലും പ്രചരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ കേന്ദ്രീകരിക്കാൻ UDF ശ്രമിച്ചു. ഭരണവിരുദ്ധ വികാരത്തിലൂടെ നേട്ടമുണ്ടാക്കാമെന്നാണ് UDF പ്രതീക്ഷ. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് BJP മുന്നണിയും വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഈ മാസം 11-ന് വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രചരണം 9-ന് സമാപിക്കും. 24 തിരുവനന്തപുരം. മൂന്നാറിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല എന്ന് ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. CPM-ന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ താൽപര്യമില്ല. നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല എന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. പരസ്യമായി ആർക്കും വോട്ട് ചോദിച്ചിറങ്ങിയിട്ടില്ല. പക്ഷേ മുൻകാല അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് ഇടപെട്ട് വോട്ട് അവർക്ക് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ശത്രുതാ മനോഭാവമായി നിലപാട് സ്വീകരിക്കുന്ന CPM-ന്റെ നേതാക്കളോടൊപ്പം അവരുടെ നിലനിൽപ്പിനെ വോട്ട് അഭ്യർത്ഥിക്കുവാനും വോട്ട് ചെയ്യണമെന്ന് പറയുവാനും ആഗ്രഹമില്ല. അമ്മ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ടുറപ്പിക്കാൻ മക്കളുടെ വീഡിയോ. മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചാണ് ഈ പ്രചാരണം. വീഡിയോ വാർഡിൽ ഇപ്പോൾ വൈറലാണ്. സിംഗിൾ പേരന്റായ ജോയ്സ് ഭർത്താവിന്റെ അപ്രതീക്ഷിത വേർപാടിന് ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 40 വർഷത്തിലധികമായി LDF മാത്രം ജയിച്ചിരുന്ന വാർഡിൽ കഴിഞ്ഞ തവണ ചരിത്ര വിജയം നേടിയാണ് ജോയ്സ് ആദ്യമായി നഗരസഭാ കൗൺസിലറായത്. കഴിഞ്ഞ 5 വർഷം ജോയ്സ് ചെയ്ത വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മക്കളുടെ വീഡിയോ. നമ്മളിപ്പോ അമ്മേന്റെ പഴയ വാർഡിലാണ് നിൽക്കുന്നത്, 14-ാം വാർഡ്. അവിടെ ആയിട്ടൊരു ഓപ്പൺ ജിമ്മാണ്. അവിടെ ഒരു തൂക്കപാലം വരാൻ പോവാ. പിന്നെ അവിടെ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും റെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രൊജക്ട്. വാഴക്കുളം ബദലഹേം ഇന്റർനാഷണൽ സ്കൂളിലെ 6-ാം ക്ലാസ്സുകാരി ജെയ്റയും 3-ാം ക്ലാസ്സുകാരൻ ജെയ്ഡനും അമ്മയുടെ പ്രചരണത്തിന് മുന്നിലാണ്. രാത്രി സമയങ്ങളിൽ പോലും വാർഡിലെ പ്രവർത്തനങ്ങൾക്കായി ജോയിസ് ഇറങ്ങുമ്പോൾ കുട്ടികളെയും കൂടെ കൂട്ടാറുണ്ട്. 24 കൊച്ചി. SIR നടപടിക്രമങ്ങൾക്ക് സമയം നീട്ടി നൽകിയത് പര്യാപ്തമല്ല എന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഡിസംബർ അവസാനം വരെയെങ്കിലും സമയം നീട്ടണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ LDF UDF പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ ആശങ്ക അകറ്റുമെന്നും 5 ലക്ഷത്തിലധികം വോട്ടേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിനായി SIR പ്രവർത്തനങ്ങൾ ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചെങ്കിലും
ഇനിയും കൂടുതൽ സമയം വേണമെന്നാണ് ആവശ്യം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഇടത് പാർട്ടികൾ യോഗത്തിൽ അറിയിച്ചു. സുപ്രീം കോടതിയെ നീതിപീഠത്തെ തന്നെ അതിശയിപ്പിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടായി. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് മനസ്സിലാകുന്നില്ല എന്ന് ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 34 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തേക്ക് പോകും. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും പ്രവാസികൾ ആശങ്കയിലാണെന്നും ലീഗ് പ്രതിനിധി യോഗത്തിൽ പറഞ്ഞു. പ്രവാസികളുടെ ആശങ്ക അകറ്റാൻ യോഗം വിളിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ യോഗത്തെ അറിയിച്ചു. എല്ലാവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. 5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒന്നിൽ കൂടുതൽ തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 1,12,569 വോട്ടർമാരുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 24 തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന് ED-യുടെ നോട്ടീസ്. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. 5 വർഷം കൊണ്ട് PV അൻവറിന്റെ ആസ്തി 64 കോടിയായി ഉയർന്നത് അന്വേഷിക്കും. PV അൻവർ ബിനാമി ഇടപാട് നടത്തിയെന്നും ED-യുടെ കണ്ടെത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ്. മുൻ MLA PV അൻവറിനെതിരെ MLP ആക്ട് പ്രകാരമാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ED കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് നോട്ടീസ്. മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് 2022 സെക്ഷൻ 17 പ്രകാരമുള്ള നടപടിയാണ് ED ആരംഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 21 അൻവറിന്റെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളിലും KFC ഓഫീസിലും ED റെയ്ഡ് നടത്തിയിരുന്നു. അന്നത്തെ റെയ്ഡിൽ കിട്ടിയ രേഖകളുടെയും ED കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. 2016 14 കോടി 38 ലക്ഷം രൂപ മാത്രം ആസ്തിയുണ്ടായിരുന്ന PV അൻവർ 2021 അത് 64 കോടി 14 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമുള്ള ഈ 5 വർഷം കൊണ്ട് സ്വന്തം സമ്പാദ്യം 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നാണ് ED-യുടെ വിലയിരുത്തൽ. ബിനാമി പണമിടപാടുകളിൽ വിശദമായ അന്വേഷണം ED നടത്തുന്നുണ്ട്. അൻവറിന് പണം നൽകിയവരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും അനധികൃതമായി പണം വന്നതായും ED-ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അൻവറിനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്. മധുരയിലെ കാർത്തിക ദീപ വിവാദത്തിൽ BJP-യെ രൂക്ഷമായി വിമർശിച്ച DMK. BJP ഹിന്ദുക്കളുടെ ശത്രുക്കളെന്ന DMK വക്താവ് TKS ഇളങ്കോവൻ. മധുര ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലും ഹർജിയും മദ്രാസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് ഈ മാസം 12-ന് പരിഗണിക്കും. തിരുപ്പരൻകുன்றത്ത് കലാപമുണ്ടാക്കാനാണ് BJP-യും ഹൈന്ദവ സംഘടനകളും ശ്രമിച്ചത്. പ്രദേശത്തെ നാട്ടുകാരല്ല, പുറത്തുനിന്നെത്തിയവരാണ് ശ്രമത്തിന് പിന്നിൽ. പതിറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിക്കുന്നത് മലയടിവാരത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. മലമുകളിൽ സിക്കന്ദർ ദർഗയോട് ചേർന്ന ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കണമെന്നായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. ഇത് പാടില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി 2014-ലും 2017-ലും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഉത്തരവാണ് സർക്കാർ പാലിച്ചതെന്നും TKS ഇളങ്കോവൻ. The RSS, Hindu Munnani, all these people are acting as anti-Hindus, particularly against those Hindus who are living in Tirupparankunram. So the government want to protect the interest of those people. The government want to protect what was being followed for hundreds of years, and the government want to preserve the two-member judge. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. കൂടാതെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയും അടുത്ത ദിവസം പരിഗണിക്കും. 24 ചെന്നൈ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി തിരുവനന്തപുരം സെഷൻസ് കോടതി. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി നേരിട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയത്. എന്നാൽ കോടതി അറസ്റ്റ് തടഞ്ഞില്ല. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. KPCC പ്രസിഡന്റിന് ഇമെയിൽ അയച്ചത് സ്ത്രീയാണോ എന്ന് പോലും അറിയില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. ആദ്യം രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. രാഹുൽ ഒളിവിൽ പോയിട്ടില്ല. രാഹുൽ കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതി പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഹാജരാവും.
നാളെ പറഞ്ഞാൽ നാളെ ഹാജരാവും. ആള് ഏത് കോടതിയിലാണോ ആ പെറ്റീഷൻ പെൻഡിങ്, ആ കോടതിയിലെ കസ്റ്റഡിയിലാണ് ആ പ്രതിയുള്ളത്. ഹൈക്കോടതി പറയുകയാണ്, നാളെ എന്നോട് പറയുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്ന ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഹാജരാവും. ഹാജരായില്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിക്ക് കൺസിഡർ ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യമില്ല. കേസ് 15 പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് KK രമ MLA. നിരപരാധിയാണെങ്കിൽ ഇനിയും ജനപ്രതിനിധിയാകാൻ അവസരമുണ്ടാകുമല്ലോ എന്നും KK രമ 24നോട് പറഞ്ഞു. M മുകേഷ് MLAയുടെ കാര്യത്തിലും തനിക്ക് ഇതേ നിലപാടാണെന്നും KK രമ പറഞ്ഞു. ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ആ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുക എന്നതാണ് രീതി എന്ന അഭിപ്രായത്തിലാണ് ഞാനുള്ളത്. ഞാൻ തുടക്കം മുതലേ ഈ അഭിപ്രായം പറഞ്ഞൊരാളാണ്. അത് രാഹുൽ വിഷയത്തിൽ മാത്രമല്ല, മുകേഷ് MLAയുടെ കാര്യത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നിട്ട് അന്വേഷണം നേരിട്ടെ. ജനപ്രതികൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകില്ല നിരപരാധിയാണെങ്കിൽ. പക്ഷേ അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം. 10 ദിവസമായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാകാതെ പോലീസ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ല. അറസ്റ്റ് വൈകുന്നതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു. പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടെന്ന വിവരം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. മണ്ഡലത്തിലെ കണ്ണാടിയിൽ പ്രചാരണത്തിനിടെ ഡിസംബർ 27-നാണ് രാഹുലിനെ കാണാതാകുന്നത്. രാഹുലിനെ അന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതാണ് പോലീസ്. 10 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ഒളിച്ചു താമസിക്കുന്നത് കർണാടകയിലാണെന്ന് പോലീസ് ഉറപ്പാക്കിയിരുന്നു. ബംഗളൂരിലടക്കം പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിലും നടത്തി. മുൻകൂർ ജാമ്യം തള്ളിയ ദിവസം കാസർഗോഡ് രാഹുൽ കീഴടങ്ങുമെന്ന വിവരത്തിന് പിന്നാലെ വൻ പോലീസ് സന്നാഹവും ഒരുക്കി. പക്ഷേ രാഹുൽ വന്നില്ല. പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ച് പോലീസിൽ നിന്ന് തന്നെ രാഹുലിന് വിവരം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ചിലർ ഉയർത്തുന്നുണ്ട്. പോലീസിന് രാഹുലിനെ കണ്ടെത്താനായില്ലെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അറസ്റ്റ് ചെയ്യുന്ന പതിവ് കേരളത്തിലില്ലെന്നും പറഞ്ഞു. ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് അതൊരു തടസ്സമല്ല. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു. അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ കേസിൽ മൊഴിയെടുക്കുന്നതിന് മുന്നോടിയായി പരാതിക്കാരിയുമായി SIT സംഘം ആശയവിനിമയം നടത്തി. 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുമോ എന്ന ആശങ്ക SIT സംഘത്തോട് അതിജീവിത പങ്കുവച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.